ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സോഷ്യൽ മീഡിയകളിൽ ചില ചർച്ചകൾ വരുന്നു വന്നു. ഈ കേരളത്തിൽ നിന്ന് കാണാതായി എന്ന് പറയുന്ന, സിറിയയിലേക്ക് പോയി എന്നൊക്കെ പറയുന്ന പെൺകുട്ടികൾ സത്യത്തിൽ അത് ധർമ്മസ്ഥലയിൽ ഇനി കുഴിച്ചുമൂടപ്പെട്ട് കാണുമോ? മറ്റൊരു ചർച്ച, മറ്റിതര മതസ്ഥരുടെ കൂടെയൊക്കെ ഒളിച്ചോടി പോകുന്ന മുസ്ലിം പെൺകുട്ടികൾ, അവരെ പിന്നീട് കാണാതാവുകയോ അവരെ കുറിച്ച് ഒരു വിവരവുമില്ലാതിരിക്കുകയോ ചെയ്യാറുണ്ട്. അവരൊക്കെയും ഇപ്പോ ഈ ധർമ്മസ്ഥലയിലെ മണ്ണിനടിയിൽ പെട്ട് കാണുമോ എന്നുള്ളത് സംഭവങ്ങളൊക്കെ ഇപ്പോ ഒരു ഊഹം മാത്രമായി കിടക്കുകയാണ്. ഇതിപ്പോ ഇനി സത്യമായി പുറത്തു വരുമോ? ഇപ്പൊ 10-20 വർഷം അല്ലെങ്കിൽ അതിന് മുകളിലായി എന്നൊക്കെ പറയുന്നത് കിട്ടുന്നു. ഓരോ സമയത്തും പല പ്രക്ഷോഭങ്ങളും ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആ സമയത്ത് പോലീസ് ഉണ്ടായിരുന്നു, ഇവിടെ മീഡിയകൾ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയും എത്താതെ പോയ ഒരു അവസ്ഥയായിരുന്നു. മെയ് 3 പഴയ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് ശേഷം ഒച്ചിനേക്കാൾ പിന്നിൽ നിൽക്കുന്ന ഇഴച്ചിലാണ് ഈ കേസ് അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പിന്നെ സ്കെലിറ്റൺ റിമൈൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഫോറൻസിക്കിന്റെ പരിശോധനയിലാണ്. ഫോറൻസിക് ഒരുപാട് ദിവസമായി പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെവിടെയും എത്തിയതായി ഒരറിവും ഇതുവരെ ഇല്ല. പൊതുജന സമ്മർദ്ദം മൂലം സർക്കാരിന് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കേണ്ടി വന്നു. ഉടനെ തന്നെ 2 ഉദ്യോഗസ്ഥർ പിന്മാറുകയും ചെയ്തു. ജീവഭയം കൊണ്ടാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ പിന്മാറിയത് എന്നൊക്കെ ജനങ്ങൾ സംശയിക്കാനും തുടങ്ങി. ഏതായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഫീൽഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. വിശദമായ പരിശോധനകൾ അവിടെ നടത്തി വരികയാണ്. അതിനിടയ്ക്ക് ഈ ധർമ്മസ്ഥല ട്രസ്റ്റിന്റെ ആളുകൾ, അതായത് അവരുടെ കുടുംബം പരാതിയുമായി വന്നിരിക്കുന്നു. അവർക്കെതിരെ വ്യാപകമായ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അവർ ഒരു 9,000-ഓളം ലിങ്കുകൾ നീക്കം ചെയ്യണം എന്നതാണ് അവരുടെ ആവശ്യം. പിന്നെ ഈ ധർമ്മസ്ഥല സംഭവത്തിന് ദേശീയ മാധ്യമങ്ങളോ അതുപോലെ കേന്ദ്ര സർക്കാർ ഒന്നും വലിയ പ്രാധാന്യം നൽകുന്നതായി കാണുന്നില്ല. ഇനി അപസർപ്പക കഥകൾക്ക് പിന്നാലെ നിങ്ങൾ എന്തിനു പോകണം? അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ അവസാനം എവിടെ ചെന്നെത്തും എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം എന്നുള്ള ഭാവമാണോ അവർക്ക് എന്നറിയില്ല. അവിടെ ഇപ്പൊ ചിലർ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ രംഗത്തുണ്ട്. ഇനിയിപ്പോ സാധാരണ നടക്കുന്നത് പോലെ അത് മറ്റ് സംഭവങ്ങൾ കടന്നു വരുമ്പോൾ ഈ സംഭവങ്ങൾ മെല്ലെ പിന്നോട്ട് വലിയും. പിന്നെ ആ സർക്കാർ പോലീസ് സ്റ്റേഷനുകളിലെ അലമാരകളിലേക്ക് ഫയലുകൾ നീക്കപ്പെടും. അവിടെ പിന്നെ പൊടിയും മാറാലയും ഒക്കെ പിടിച്ച് ഇങ്ങനെ പതുക്കെ മറവിയിലേക്ക്, അല്ലെങ്കിൽ ഭൂത പ്രേത പിശാചുകളെ പോലെ അവിടെ ഇങ്ങനെ ഒതുങ്ങി അതിനെ തളച്ചിടും. പിന്നെ ഈ സംഭവങ്ങൾക്ക് പിന്നിൽ ഒരു വ്യക്തിയുടെ കൈയുണ്ട്, അതായത് ഈ ഒരു പ്രമുഖ വ്യക്തിയാണ് ഇതിനൊക്കെ പിന്നിൽ എന്ന രീതിയിൽ പലരും ഉന്നയിക്കുന്നുണ്ട്. വീരേന്ദ്ര ഹെഗ്ഡെ, ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ ധർമാധികാരി, ആ ട്രസ്റ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായ അദ്ദേഹമാണ് ഇതിനൊക്കെ പിന്നിൽ എന്നുള്ള ഒരു സംസാരം. 2015 പത്മവിഭൂഷൺ, ഏറ്റവും വലിയ 2ാമത്തെ സിവിലിയൻ ബഹുമതിയായ